ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അടുത്തുള്ളൊരു ഓട്ടോമാറ്റിക് ഗാരേജിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു ടയർ ഷോപ്പാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ കയ്യിൽ ഓൾറെഡി ഒരു ഗ്രേ കളർ വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാവൽസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി നോക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. സോറി, ഡെലിവറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ആ വണ്ടിയുടെ ഒരു അലോയ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിരുന്നു. പണി കഴിഞ്ഞ് തന്നെ വിളിച്ചതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്താണ് നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇനി നമ്മുടെ വണ്ടി എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി ഇതായി ഇവിടെ എയറിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഒരു ഹെഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡിൽ നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി താഴത്തെ ഇറക്കിയിട്ട് നമ്മൾ ഗാരേജിലോട്ട് പോയിട്ട് ഇതിൻ്റെ മുന്നേ പറഞ്ഞ നമ്മുടെ ഗാരേജ് ടൂർ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ വണ്ടി ഇല്ലെങ്കിലും നമ്മൾ പുതുതായി എടുത്ത ചില വണ്ടികളും പിന്നെ എല്ലാ വണ്ടികളൊന്നും ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടി താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി അൺലോക്ക് ചെയ്തിട്ട് അകത്ത് കയറാം. ഓക്കെ, നമ്മളിനി വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഗാരേജിൽ കൊണ്ടുപോയി വെക്കണം. വണ്ടി ഡിസൈനും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്തത്. നമുക്ക് നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ നിങ്ങൾക്കൊന്ന് സെറ്റ് ആക്കണം. നമ്മൾ ഒരു നമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിനി കുറച്ചധികം ആക്സസറീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഡിസൈൻ നെയിം സ്പൈഡി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ഗാരേജിൽ എത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഗാരേജിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് വണ്ടി കൊടുത്തത്. ഇതാണ് നമ്മളുടെ ഗാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ അകത്തോട്ട് പോവാം. ഇതിന് മുന്നേ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടി ഗാരേജ്. ചെറിയൊരു 20 വണ്ടികളാണ് എല്ലാം കൂടി ഉള്ളത്. കുറച്ച് ക്ലാസിക് വണ്ടികളുണ്ട്, കുറച്ച് സൂപ്പർ കാർസ് ഉണ്ട്, കുറച്ച് ഹൈപ്പർ കാർസ് ഉണ്ട്, പിന്നെ കുറച്ച് അടിപൊളിയായിട്ട് സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കുറച്ച് വണ്ടികളും ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള വണ്ടികളും വേറെയുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് മുമ്പേ നമ്മൾ ട്രാവൽസ് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ഗ്രേ കളർ വാൻ. അപ്പോൾ അതേ മോഡൽ തന്നെയാണ്, സെയിം ആണ് വണ്ടി. കുറച്ച് അക്സസറീസ് ചെയ്യാണ്ടെന്നേ ഉള്ളൂ. ഇത് സ്പൈഡി, മറ്റേത് ഹോഴ്സ് പവർ രണ്ട് എഡിഷൻ നെയിമിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ വൈറ്റ്, അതാണ് നമ്മളുടെ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ്. അപ്പം അതിൻ്റെ അലോയും ഇതിൻ്റെ അലോയും ഏകദേശം സെയിം ആണ് തോന്നുമെങ്കിലും ഡിസൈൻ വ്യത്യാസമുണ്ട്. കളറ് സെയിം ആണ്. അപ്പോൾ നമ്മളുടെ അലോയുടെ കളറും വണ്ടിയുടെ കളറും സെയിം ആയതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്യും. വണ്ടിയുടെ കളറല്ല, അലോയുടെ ഒരു കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ ഡോർ തുറന്നതൊക്കെ നമ്മളിത് 5 സീറ്ററാണ്. ഇപ്പം 2 സീറ്റും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തു. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. മറ്റേ വണ്ടിയിലും കുറച്ച് ഗ്രാഫിക്സ് സ്റ്റിക്കർ വർക്കൊക്കെ നമ്മൾ ഇതിനടുത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനി വർക്ക് കഴിഞ്ഞ് നമ്മൾ അതിനും ഓടി തുടങ്ങുന്നതായിരിക്കും. പിന്നെ സൈഡിൽ കുറേ ഗ്രാഫിക്സ്, ഒരു കുതിരയുടെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്പൈഡർ വെബും ഇതൊക്കെയാണ് നമ്മളുടെ തൽക്കാലത്തേക്കുള്ള ഗ്രാഫിക്കൽ വർക്കുകൾ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേറെ വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വണ്ടികളുടെ വിശേഷങ്ങൾ കൂടി നോക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ വണ്ടി. ഇതിന് നമ്മളിലുള്ള നമുക്ക് ഇനി ടോപ്പ് ബോക്സ് കയറാനുണ്ട്. അതുപോലത്തെ ഒരു ടോപ്പ് ബോക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നമ്മളതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുകളിലുള്ളത് കമ്പനി തന്നെ നമ്മൾ ആക്സറി ആയിട്ട് ചെയ്തിരിക്കുന്ന റൂഫ് റെയിലാണ്. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്, നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ഓരോരോ വണ്ടിയായിട്ട്, അതായത് പുത്തൻ, അതായത് പറയുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്. അത് മാത്രം നമ്മൾ നോക്കി പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഓക്കെ, ഇതിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടായിരുന്നു നമ്മുടെ ഷോർട്സിൽ. നമ്മുടെ കയ്യിലുള്ള ഇത് നമ്മൾ ഇതിന് മുന്നേ ഡെലിവറി എടുത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റിനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. അത് നല്ല പവറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹുഡ്, ബമ്പർ പോലത്തെ കിറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുതിയതായിട്ട് എടുത്ത വേറൊരു വണ്ടി. ഇതിൻ്റെയും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഇത് കൺവേർട്ടബിൾ ആണ്. നല്ല പവറും ഉണ്ട്. അപ്പം ഇതിൻ്റെ റൂഫിന് എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ആയി കിടക്കുകയാണ്, ക്ലോസ് ആകുന്നില്ല.
2 ദിവസമായി മഴ ആയതുകൊണ്ട് ഗാരേജിന് പുറത്തോട്ട് ഇറക്കിയിട്ടില്ല. മഴയൊക്കെ ഒന്ന് റെഡി ആവുകയാണെങ്കിൽ നമ്മളത് പോയിട്ട് റിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എക്സോസിനോടും കൂടി നമുക്ക് കേൾക്കാം. ഇതിൻ്റെ എക്സോസ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടില്ല, സ്റ്റോക്ക് സൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് എക്സോസ് നോട്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇവിടെ കിടക്കുന്ന വണ്ടികൾ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മിനി, കുറച്ച് ടാക്സി വണ്ടികൾ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ഇതാണ് നമ്മൾ ഇതിന് ശേഷം എടുത്ത വണ്ടി. ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുത്തൊരു മിഡ് സൈസ് SUV ആണ്. അപ്പോൾ നമ്മളിതിനകത്ത് കുറേ ടോപ്പ് ബോക്സും വലിയ വീലൊക്കെ കയറിയിട്ട് പ്ലസ് നല്ല പവർഫുൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗാരേജിൽ തന്നെ ഫസ്റ്റ് കാർ. അതുകൊണ്ട് തന്നെ ഒരു ലുക്കിലാണ് നമ്മളത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോക്ക് എക്സോസ്റ്റ് നോട്ട്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് പോപ്പും ബാങ്കറൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു ക്ലാസിക് ആയിട്ടാണ്, നമ്മുടെ കാർ സിനിമയിലൊക്കെ കണ്ടവർക്ക് അറിയാം. ഡെഡ്സൺ ഹോണറ്റ് എന്ന് പറഞ്ഞൊരു കാറുണ്ട് അതിനകത്ത്. അതിൻ്റെ ഒരു ലുക്കിലോട്ട് സെയിം മോഡൽ തന്നെ ഒരു കാർ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ലുക്കിൽ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ W123 ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ഓറഞ്ച് കളറായിരുന്നു. അപ്പോൾ നമ്മളിത് സ്റ്റോക്ക് ആയിരുന്നത് ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അധികം ടൈം പിടിക്കില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി. ഇതൊരു ബലേനൊക്കെ ഒരു പോലത്തെ ഒരു ലുക്കിലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ അകത്തുള്ള എഞ്ചിനാണ്. അതൊരു BMW ഒരു ഇറ്റ്സ് 2 സീരീസിൻ്റെ അങ്ങനെ ഒരു എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം. ഇതാണ് എൻ്റെ കയ്യിലുള്ള വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇട്ടിരുന്നു. 300 above ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട്. 0 to 100 ഏതാണ്ട് 2.92 seconds ഏതാണ്ട് അത്രയാണ്. 0 to 200 ഏകദേശം 4 secondsനുള്ളിൽ തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നത്. നല്ല പവർഫുൾ ആണ്. അപ്പോൾ ഹാൻഡിലിങ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്നല്ലാണ്ട് നമ്മളങ്ങനെ ഡെയിലി യൂസിന് ഇത് പുറത്തിറക്കാറില്ല, കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത വണ്ടി LC200. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെസേർട്ട് സഫാരിക്ക് പോയായിരുന്നു, അതിൻ്റെയാണ് ഈ പൊടിയൊക്കെ കാണുന്നത്. അപ്പോൾ അലോയ്സൊക്കെ ആകെ ഡള്ളായിരിക്കുകയാണ്. നമ്മളത് ഒന്ന് വാഷ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളിത് കൊണ്ടുപോയിട്ട് ഒന്ന് വാഷ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കാണിച്ചു തരാം. ഇപ്പുറത്ത് നമ്മുടെ ബെൻസ്, BM അങ്ങനെ കുറേ വണ്ടിയുണ്ട്. ആൻഡ് മെയിൻ ഹൈലൈറ്റ് ഈ ഗാരേജിൻ്റെ, എൻ്റെ കയ്യിൽ ഒരു ടൊയോട്ട സുപ്ര ഇരിപ്പുണ്ട്. ആക്ച്വലി നമ്മളത് ബിൽഡ് ചെയ്ത ഒരു വണ്ടിയാണ്. എക്സോസ്റ്റ് അടക്കം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഗാരേജിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് പുറത്തോട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. ഇതാണ് നമ്മുടെ വണ്ടി എക്സോസ്റ്റ് നോട്ട് നമ്മൾ കേൾക്കാം. അപ്പം ഇതാണ് നമ്മുടെ സുപ്രയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒട്ടുമിക്ക വണ്ടികളൊക്കെ നോർമൽ വണ്ടികളാണ്. എല്ലാവരും വർക്കൊന്നും ചെയ്തിട്ടില്ല. ഫുള്ളി ആയിട്ടുള്ള ഒരു ഗാരേജ് ടൂർ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, നൈസായിട്ടാണ്. അപ്പം നമ്മളിനി നമ്മുടെ LC, ഇവിടെ ഒരു BMW ഉണ്ട്. ഈ ഒരു ഏകദേശം ഒരു സെയിം കളറാണ്, ഈ കാറിൻ്റെയാണ് അതിലടിച്ചിരിക്കുന്നത്. നമ്മൾ LC എടുത്ത് ജസ്റ്റ് പോയിട്ട് നമ്മളെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. നമ്മളെല്ലാം കൂടി ഒന്ന് കണ്ണോടിച്ച് പോയിട്ട് നമ്മൾ നേരെ നമ്മുടെ LC എടുത്തിട്ട് നമുക്ക് നേരെ പുറത്ത് പോവാം. നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ LC അവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് ഇപ്പോൾ കഴിഞ്ഞു. നമ്മുടെ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നമ്മളുടെ വണ്ടിയുടെ ശരിക്കുള്ള ലുക്കൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ വാഷ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, വീഡിയോ എടുക്കേണ്ടതാണ്, ലുക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് വാഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ LC200 ലുക്ക്. കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയോട്. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു സ്റ്റഡ്സുള്ള ടയറാണ്. നമ്മൾ ചെയ്തിട്ട് ഓഫ് റോഡ് ടയർ ചെയ്യുന്നുണ്ട്. ഓഫ് റോഡ് ടയർ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടയർ ചൂസ് ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ല പവറും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.